ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആസിഡ്സിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ആസിഡ്സ് മെറ്റൽസുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും, അതേ കണക്ക് തന്നെ ആസിഡ്സും ബേസിസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്, ആസിഡ്സിൻ്റെ റിയാക്ഷൻ വിത്ത് മെറ്റൽ കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ്, കാർബണേറ്റും ബൈകാർബണേറ്റുമായിട്ടൊക്കെ എങ്ങനെ ആസിഡ്സ് റിയാക്ട് ചെയ്യും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ടു ഹൈഡ്രജൻ അക്കാഡമി. നമുക്ക് ഓരോരോ റിയാക്ഷൻസ് ആയിട്ട് നോക്കാം. അപ്പം നമുക്ക് ആസിഡ്സിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ആദ്യമായിട്ട് ആസിഡ്സിൻ്റെ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് നോക്കാം. മെറ്റൽസുമായിട്ട് ആസിഡ്സ് എങ്ങനെ റിയാക്ട് ചെയ്യും. അപ്പം മെറ്റലുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡൈല്യൂട്ട് ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ടും കിട്ടും, അതേ കണക്ക് തന്നെ എന്തും കിട്ടും, ഹൈഡ്രജനും കിട്ടും. ഓക്കെ, സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ആണ് എന്ത് തരുന്നത്, മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ തരുന്നത്. അപ്പം ഈ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് ഉണ്ട് അല്ലേ. റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസിന് അതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സീരീസാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. അപ്പം റിയാക്ടിവിറ്റി സീരീസിൽ ടോപ്പിൽ വരുന്ന മെറ്റൽസ് എപ്പോഴും ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. ഏറ്റവും താഴെയായിട്ട് വരുന്ന മെറ്റൽസ് എന്ന് പറയുമ്പോൾ അത് വളരെ ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആയിരിക്കും റിയാക്ടിവിറ്റി സീരീസിൽ ബോട്ടമിലുള്ളത്. ഓക്കെ, നമുക്ക് ഈ റിയാക്ടിവിറ്റി സീരീസിലുള്ള കുറച്ച് മെറ്റൽസിനെ നിങ്ങൾ ഓർത്ത് വെക്കണം. റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് പൊട്ടാസ്യം. ഓക്കെ, പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 1 വരുന്ന എലമെൻറ്റാണ് അല്ലേ. ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതെന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ്. ഈസിലി ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നവരാണ് മെറ്റൽസ്. സോ ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഗ്രൂപ്പ് 1 തന്നെ നമ്മൾ ഡൗണിലോട്ട് പോകുന്ന സമയത്ത് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് 1 നമ്മൾ താഴോട്ട് പോകും. ഗ്രൂപ്പ് 1 ഏതൊരു ഗ്രൂപ്പിലായാലും താഴോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യും. സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, ആറ്റത്തിനെ ഈസിലി ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും അല്ലേ. സോ റിയാക്ടിവിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ നമുക്ക് പൊട്ടാസ്യം, അതായത് നമ്മൾ ഗ്രൂപ്പ് 1 എടുത്തു കഴിഞ്ഞാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അതായത് പൊട്ടാസ്യത്തിനായിരിക്കും എന്ത് റിയാക്ടിവിറ്റി കൂടുതൽ, അതിൽ 3. അപ്പം പൊട്ടാസ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഡിയത്തിനായിരിക്കും പിന്നെ റിയാക്ടിവിറ്റി കൂടുതൽ അല്ലേ. സോഡിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിഥിയം. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് 2 എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡൗണിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും, റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യും, റിയാക്ടിവിറ്റി അപ്പോൾ എന്ത് ചെയ്യും, കൂടും. കാരണം ഈസിലി ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാൻ പറ്റും. ഡൗൺ എ ഗ്രൂപ്പിൽ പോകുമ്പോൾ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യും. സോ ഇലക്ട്രോൺസിനെ ഈസിലി ലൂസ് ചെയ്യാൻ പറ്റും. സോ എന്തായിരിക്കും, റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഗ്രൂപ്പ് 2 എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം ആൻഡ് ബേരിയം അല്ലേ. അപ്പം അതിൽ ഏറ്റവും താഴെ കിടക്കുന്ന ബേരിയത്തിനായിരിക്കും ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതൽ. ദെൻ ബേരിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രോൺഷ്യത്തിനായിരിക്കും ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതൽ. അത് കഴിഞ്ഞിട്ട് ഏതിനായിരിക്കും, സ്ട്രോൺഷ്യം കഴിഞ്ഞിട്ട് നമുക്ക് കാൽഷ്യം അറിയാം, കാൽഷ്യം കഴിഞ്ഞിട്ട് മഗ്നീഷ്യം. നമുക്ക് വേണ്ടുന്നത് മാത്രം നമ്മൾ എഴുതുന്നുള്ളൂ, എല്ലാ എലമെൻറ്റ്സും ഒന്നും നമ്മളിവിടെ എഴുതുന്നില്ല. ഓക്കെ, ഇത്രയും ആയിരിക്കും റിയാക്ടിവിറ്റി സീരീസിൽ ടോപ്പിൽ വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയും. ഇത്രയും എന്ന് പറയുമ്പോൾ ഒരു ടോപ്പ് റേഞ്ചിൽ വരുന്ന എലമെൻറ്റ്സ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ടൊരു മിഡിൽ റേഞ്ചിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞ് മഗ്നീഷ്യം കഴിഞ്ഞിട്ട് അലൂമിനിയം. ഓക്കെ, മഗ്നീഷ്യം കഴിഞ്ഞിട്ട് അലൂമിനിയം ഓർത്ത് വെക്കണം. അതേ കണക്ക് തന്നെ അലുമിനിയം കഴിഞ്ഞിട്ട് സിങ്ക് നിങ്ങൾ ഓർത്ത് വെക്കണം. സിങ്ക് കഴിഞ്ഞിട്ട് അയൺ, അതേ കണക്ക് തന്നെ ടിന്ന്, ലെഡ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി സീരീസിൽ അടുത്തതായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് മെറ്റൽ അല്ല, ഒരു നോൺ മെറ്റൽ ആയിട്ടുള്ള ഹൈഡ്രജനെ ആയിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഹൈഡ്രജന് മുകളിലുള്ള ഇത്രയും എലമെൻറ്റ്സ് ഉണ്ട്. ഇവരായിരിക്കും ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, ആസിഡ്സുമായിട്ട്, ഡൈല്യൂട്ട് ആസിഡ്സുമായിട്ട് മെയിൻലി റിയാക്ട് ചെയ്യുന്നത്. ഈ ഹൈഡ്രജൻ്റെ താഴെയായിട്ട് കുറച്ച് എലമെൻറ്റ്സ് വരുന്നുണ്ട്. ബോട്ടമിൽ വരുന്ന എലമെൻറ്റ്സ് ആണ്, ഹൈഡ്രജന് താഴെ വരുന്നതാണ് കോപ്പർ, മെർക്കുറി, സിൽവർ ആൻഡ് ഗോൾഡ്. ഇത്രയും ഓർത്ത് വെക്കണം. ഇവരെന്ന് പറയുന്നത് വളരെ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. ഓക്കെ, സോ ഇവരെന്ത് ചെയ്യത്തില്ല, ഈ ബോട്ടമിൽ വരുന്ന ഇത്രയും മെറ്റൽസ് എന്ന് പറയുന്നത് ആസിഡ്സുമായിട്ട് എന്ത് ചെയ്യത്തില്ല, റിയാക്ട് ചെയ്ത് നമുക്ക് ഹൈഡ്രജനെ തരത്തില്ല. ഈ ഹൈഡ്രജന് റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജന് മുകളിലുള്ള എലമെൻറ്റ്സ് അവരാണ് നമ്മൾ ആക്റ്റീവ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് മെറ്റൽസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്ത്, ഡൈല്യൂട്ട് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് സോൾട്ടും ഹൈഡ്രജനും തരത്തുള്ളൂ. ഇനി നമുക്ക് ഇതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതായത് മെറ്റൽസ് ഡൈല്യൂട്ട് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം സോൾട്ടും ഹൈഡ്രജനും കിട്ടുമെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജന് മുകളിൽ വരുന്ന ഒരു മെറ്റൽ എടുക്കാം. എക്സാമ്പിളായിട്ട് നമുക്ക് മഗ്നീഷ്യം എടുക്കാം. ഓക്കെ, മഗ്നീഷ്യത്തിന് നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ്
മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. ആസിഡ് എന്ന് പറയുമ്പോൾ ഡൈല്യൂട്ട് വേണം എടുക്കാൻ. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? സോൾട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അല്ലേ. സോൾട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് ഒരു മെറ്റൽ ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ആസിഡ്സിൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് മെറ്റൽ വരും. അപ്പോഴാണല്ലേ സോൾട്ട് പ്രൊഡ്യൂസ് ആവുന്നത് നമ്മൾ പഠിച്ചത്. സോ എന്ത് സോൾട്ടായിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മഗ്നീഷ്യം ക്ലോറൈഡ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തവിടെ മഗ്നീഷ്യം വരുമ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് എന്തും ഫോം ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും. ഓക്കെ, കെമിക്കൽ ഫോർമുലയിൽ എഴുതുമ്പോൾ മഗ്നീഷ്യം Mg പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCl ഗീവ്സ് എന്താണ്? മഗ്നീഷ്യം ക്ലോറൈഡ്. മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? MgCl2 ആണ്. ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഗ്നീഷ്യം അല്ലേ, മഗ്നീഷ്യത്തിന് എന്താണ്? മഗ്നീഷ്യം 2+ ആയിട്ടാണ് അയോൺ ഇരിക്കുന്നത്. Cl എന്ന് പറയുന്നത് എന്താണ്? Cl- ആണ്. സോ തമ്മിലുള്ള കോമ്പൗണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ചെയ്യുക. അതായത് മഗ്നീഷ്യത്തിൻ്റെ മുകളിലുള്ള ചാർജ് ക്ലോറിന് കൊടുക്കുക, ക്ലോറിൻ്റെ മുകളിലുള്ള ചാർജ് മഗ്നീഷ്യത്തിന് കൊടുക്കുക. അപ്പം എന്ത് കിട്ടും? Mgയുടെ താഴെ ക്ലോറിൻ്റെ മുകളിലുള്ള ചാർജ് അല്ലേ, ക്ലോറിൻ്റെ മുകളിൽ -1 ആണ്. 1 ആകുമ്പോൾ നമ്മളത് എഴുതത്തില്ല. പിന്നെ ക്ലോറിൻ്റെ താഴെ മഗ്നീഷ്യത്തിൻ്റെ മുകളിലുള്ള ചാർജ് 2+ ആണ് മഗ്നീഷ്യം. സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നതാണ്. 2 ഇലക്ട്രോൺസിനെ ലീവ് ചെയ്തിട്ടാണ് സ്റ്റേബിൾ ആയിട്ട് മാറുന്നത്. സോ അതുകൊണ്ടാണ് Mg2+ എന്ന് പറയുന്നത്. Cl ആയത് എങ്ങനെയാണ്? Cl 17th ഗ്രൂപ്പിൽ വരുന്നതാണ്. ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആണ് എന്ത് ചെയ്യുന്നത്? സ്റ്റേബിൾ ആയിട്ട് മാറുന്നത്. സോ അതാണ് Cl- ആയിട്ട് വന്നത്. സോ MgCl2 ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം MgCl2+ എന്ത് ഫോം ചെയ്യും? ഹൈഡ്രജനും കൂടി ഫോം ചെയ്യും. ഓക്കെ, പ്ലസ് H2 ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഇനി ഇതിനെ ഇക്വേഷൻ ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കേ, MgCl2 ആയിട്ട് മാറി ഇവിടെ അല്ലേ. ഇവിടെ ഒരു Mg, അപ്പുറത്തെ സൈഡിലും ഒരു Mg തന്നെയാണുള്ളത്. ഹൈഡ്രജൻ നോക്കുമ്പം ഇവിടെ ഒരു ഹൈഡ്രജനും ഇവിടെ 2 ഹൈഡ്രജനും ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരാൻ പാടില്ല. നമ്മൾ 2 സൈഡിലും എന്തായിരിക്കണം? എല്ലാ ആറ്റംസും പ്രോഡക്റ്റ് സൈഡിലും റിയാക്റ്റൻ്റ് സൈഡിലും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ ഹൈഡ്രജൻ ഈക്വൽ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു 2 ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം എന്തായി? ഹൈഡ്രജൻ ഈക്വലായി. അപ്പം ഇവിടെ ക്ലോറിൻ നോക്കിക്കേ, ഇവിടെ ക്ലോറിൻ 2 ആയി അല്ലേ. അപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ Cl2 ആണ്, ഇവിടെയും 2 ക്ലോറിൻ ഉണ്ട്. സോ അപ്പം എന്തായി? ഇക്വേഷൻ Mg + 2HCl ഗീവ്സ് MgCl2 + H2. ഇക്വേഷൻ എന്തായി? ബാലൻസ്ഡ്. ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് വേണം ഇക്വേഷൻ എഴുതാനായിട്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു 2-3 ഇക്വേഷൻസ് ഒക്കെ തന്നിട്ട് അത് ബാലൻസ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാംസിൽ ചോദിക്കാറുണ്ട്. സോ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ സീരീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സോ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത് നമുക്ക് സിങ്ക് എന്ന് പറയുന്ന എലമെൻ്റ് എടുക്കാം. സിങ്കിനെ നമുക്ക് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാം. ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടുക? സിങ്ക് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? സോൾട്ട് കിട്ടും അല്ലേ. സോൾട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് സോൾട്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്? H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ്. അതിനകത്തുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് സിങ്ക് വരും. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്? സിങ്ക് സൾഫേറ്റ്. ഓക്കെ, സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന സോൾട്ടും പ്ലസ് ഹൈഡ്രജൻ ഗ്യാസും ആയിരിക്കും നമുക്കിവിടെ ഫോം ചെയ്യുന്നത്. കെമിക്കൽ ഫോർമുല ഇക്വേഷൻ എഴുതിയ സിങ്ക് Zn പ്ലസ് സൾഫ്യൂരിക് ആസിഡ് H2SO4 ഗീവ്സ് സിങ്ക് സൾഫേറ്റ്. സിങ്ക് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ZnSO4 ആണ്. ഈ ZnSO4 എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Zn2+ ആണ്. SO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SO4 2- ആണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ മുകളിലുള്ള നമ്പർ സെയിം അല്ല, ചാർജസ് ഈക്വൽ ആണ്. ഓക്കെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. സോ അതെന്ത് ചെയ്യും? ആ ചാർജസ് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയിട്ട് ഇതിനെ ZnSO4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സിങ്ക് സൾഫേറ്റ് ZnSO4 പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും. ഇനി ഇക്വേഷൻസ് ബാലൻസ്ഡ് ആണോ നോക്കണം. രണ്ട് സൈഡിലും സിങ്ക് നോക്കിക്കേ, സിങ്ക് രണ്ടിടത്തും ഓരോ സിങ്ക് വീതമാണുള്ളത്. ഇനി ഹൈഡ്രജൻ നോക്കിക്കേ, ഹൈഡ്രജൻ ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ്, 2 ഹൈഡ്രജൻസ് ആണുള്ളത്. ഇനി SO4 നോക്കിക്കേ, ഇവിടെയും SO4 1, ഇവിടെ SO4 1. സോ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. ഇപ്പം ഇതാണ് ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഏതൊരു റിയാക്ഷൻ എഴുതിയാലും ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം ഇതാണ്
എന്താണ് മെറ്റൽസും ആസിഡ്സും തമ്മിലുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡൈല്യൂട്ട് ആസിഡ്സ് എപ്പോഴും മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ടും ഹൈഡ്രജനുമാണ് നമുക്ക് തരുന്നത്. ഇതിനകത്ത് തന്നെ നമ്മൾ റിയാക്ടിവിറ്റി സീരീസുമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്ത് വെക്കണം. റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജന് മുകളിലുള്ള മെറ്റൽസ്, ആക്റ്റീവായിട്ടുള്ള മെറ്റൽസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഡൈല്യൂട്ട് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ. ബിലോ ഹൈഡ്രജൻ വരുന്ന മെറ്റൽസ്, കോപ്പർ, സിൽവർ, ഗോൾഡ് തുടങ്ങിയിട്ടുള്ള മെറ്റൽസ് ഒന്നും എന്തുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല, ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, നമ്മൾ മെറ്റലും ഡയല്യൂട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് നമ്മളിപ്പോൾ ലാബിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ആവുന്ന ഗ്യാസ് ഹൈഡ്രജൻ ആണ് എന്ന് കൺഫേം ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അപ്പം ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും, മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. HCl-ഉം മഗ്നീഷ്യവും കൂടി റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ്, ഇങ്ങനെ ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഫോം ചെയ്ത ഗ്യാസ് ബബിൾസ് ഹൈഡ്രജൻ ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലോട്ട് നമ്മളൊരു ഗ്ലോയിങ് സ്പ്ലിൻറ്റ് കൊണ്ടുവരും. ഗ്ലോയിങ് സ്പ്ലിൻറ്റ് മീൻസ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മാച്ച് സ്റ്റിക്ക് കത്തിച്ച് പിടിക്കുക. ഒരു മാച്ച് സ്റ്റിക്ക് എടുക്കുക, ഒരു മാച്ച് സ്റ്റിക്ക് ഇവിടെ കത്തിച്ച് പിടിക്കുക. അങ്ങനെ കത്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പോപ്പ് സൗണ്ടോടുകൂടി ബേൺ ചെയ്യും. ഹൈഡ്രജൻ ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഈ സൗണ്ട് ഓർത്ത് വെക്കണം, പോപ്പ് സൗണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു പോപ്പ് സൗണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കൺഫേം ചെയ്യാൻ പറ്റും, ഹൈഡ്രജൻ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമുക്ക് ആസിഡ്സിൻ്റെ റിയാക്ഷൻ വിത്ത് ബേസസ് നോക്കാം. ബേസസുമായിട്ട് ആസിഡ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നോക്കാം. ബേസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തൊക്കെയായിരിക്കും കിട്ടുന്നത്, ഡൈല്യൂട്ട് ആസിഡുമായിട്ട് ബേസസ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോൾട്ട് പ്ലസ് വാട്ടർ, സോൾട്ടും അതേ കണക്ക് തന്നെ വാട്ടറുമാണ് എന്ത് ചെയ്യുന്നത്, പ്രോഡക്റ്റ്സ് ആയിട്ട് കിട്ടുന്നത്. നമ്മൾ ബേസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ട്. ബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്തായിരിക്കും, മെറ്റാലിക് ഓക്സൈഡ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, മെറ്റാലിക് ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. മെറ്റാലിക് ഓക്സൈഡ് അല്ലെന്നുണ്ടെങ്കിൽ മെറ്റാലിക് ഹൈഡ്രോക്സൈഡ് അല്ലെന്നുണ്ടെങ്കിൽ ഏതാണ്, നോൺ മെറ്റാലിക് ആയിട്ടുള്ള അമോണിയ സൊല്യൂഷൻ ആയിരിക്കും. അമോണിയ സൊല്യൂഷൻ. ഇത്രയും ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ബേസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളായിട്ടൊരു മെറ്റാലിക് ഓക്സൈഡ് എടുക്കാം. മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറയുമ്പം എക്സാമ്പിളായിട്ട് നമുക്ക് കോപ്പർ ഓക്സൈഡ് എടുക്കാം. കോപ്പർ ഓക്സൈഡ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. നമ്മൾ കോപ്പർ ഓക്സൈഡിനെ സൾഫ്യൂരിക് ആസിഡുമായിട്ട്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും, സോൾട്ട് പ്ലസ് വാട്ടർ കിട്ടും അല്ലേ. അപ്പം സോൾട്ട് എന്ന് പറയുമ്പോൾ ഏത് സോൾട്ടായിരിക്കും ഇവിടെ കിട്ടുന്നത്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പർ ഓക്സൈഡിൽ കോപ്പർ എന്ന് പറയുന്ന മെറ്റലാണുള്ളത്. ആ കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ എന്ത് ചെയ്യും, സൾഫ്യൂരിക് ആസിഡുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് വരും, ഹൈഡ്രജൻ്റെ സ്ഥാനത്ത് വരും. അങ്ങനെയാണ് സോൾട്ട് ഉണ്ടാകുന്നത്. സോ ഇവിടെ ഫോം ചെയ്യുന്ന സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ആയിരിക്കും. കോപ്പർ സൾഫേറ്റ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. കോപ്പർ സൾഫേറ്റ് സോൾട്ട് പ്ലസ് വാട്ടർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. കോപ്പർ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CuO ആണ്. CuO പ്ലസ്, ഈ CuO എങ്ങനെയാണ് വരുന്നത്, കോപ്പർ Cu2+ ആണ്, O എന്നാണ്, O2- ആണ്. ഓക്സിജൻ 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ടാണ് സ്റ്റേബിൾ ആവുന്നത്, അതിന് കോപ്പർ 2 ഇലക്ട്രോണിനെ ലീവ് ചെയ്തിട്ടാണ് സ്റ്റേബിൾ ആവുന്നത്. സോ ഇവർ രണ്ടുപേരിലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. സോ CuO, അതായത് 2 ചാർജും ക്യാൻസൽ ചെയ്തിട്ട് CuO എന്ന് കോമ്പൗണ്ട് ഫോം ചെയ്യും. പ്ലസ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പം H2SO4 ആണ്. അപ്പം ഇതുമായിട്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ CuSO4 ആണ്. കോപ്പർ സൾഫേറ്റ് Cu2+ ആണ്, SO4 അയോൺസ് കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടിലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് CuSO4 ആയിട്ട് മാറും. പ്ലസ് H2O വാട്ടറും കിട്ടും. ഇനി രണ്ട് സൈഡിലും എല്ലാ ആറ്റംസും ഈക്വൽ നമ്പർ ആണോ എന്ന് നോക്കണം. കോപ്പർ നോക്കിക്കേ, ഇവിടെ ഒരു കോപ്പർ, ഇവിടെ ഒരു കോപ്പർ കറക്റ്റാണ് അല്ലേ. ഇനി സൾഫേറ്റ് നോക്കിക്കേ, അയോൺ നോക്കിക്കേ, SO4 ഇവിടെ ഒരെണ്ണം, ഇവിടെ SO4 ഒരെണ്ണം. ഇനി ഹൈഡ്രജൻ നോക്കിക്കേ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെയും 2 ഹൈഡ്രജൻ. സോ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ് അല്ലേ. അപ്പം ഇതാണ് റിയാക്ഷൻ ഓഫ് കോപ്പർ ഓക്സൈഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. നമുക്ക് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന സോൾട്ടും വാട്ടറും കിട്ടും. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു മെറ്റാലിക് ഹൈഡ്രോക്സൈഡ് എടുക്കാം. മെറ്റാലിക് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതേ കണക്ക് തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് എന്ത് തരും, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ
ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ സോഡിയം മെറ്റലാണ് വരുന്നത്. അപ്പം എന്തായിരിക്കും അവിടെ ഫോം ചെയ്യുന്ന സോൾട്ട് എന്ന് പറയുന്നത്? സോഡിയം ക്ലോറൈഡ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോഡിയം ക്ലോറൈഡ് പ്ലസ് വാട്ടർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? NaOH ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ HCl ഗീവ്സ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ NaCl പ്ലസ് വാട്ടർ H2O. ഓക്കെ, ഇക്വേഷൻ ബാലൻസ്ഡ് ആണെന്ന് നോക്കണം. ഇവിടെ ഒരു Na, ഇവിടെ ഒരു Na. ഇനി ഹൈഡ്രജൻ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. അതായത് റിയാക്ടൻ സൈഡിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിൽ നോക്കിക്കേ ഇവിടെയും 2 ഹൈഡ്രജൻ. ഹൈഡ്രജൻ രണ്ടും ബാലൻസ്ഡ് ആണ്. ഇനി ഓക്സിജൻ നോക്കിക്കേ ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെയും ഒരു ഓക്സിജൻ. ഓക്സിജനും ബാലൻസ്ഡ് ആണ്. ഈ ക്ലോറിൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലോറിൻ അല്ലേ, ഇവിടെയും ഒരു ക്ലോറിൻ. 2 സൈഡ് ക്ലോറിനും ഈക്വലാണ്. അപ്പോൾ എല്ലാ ആറ്റംസും ബോത്ത് സൈഡ്സിലും ഈക്വൽ ആണ്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നിട്ട് സോഡിയം ക്ലോറൈഡും വാട്ടറും ആവുന്നതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ബേസും ഡൈല്യൂട്ട് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് സോൾട്ട് പ്ലസ് വാട്ടർ ആണ് കിട്ടുന്നത്. അടുത്തതായിട്ട് വരുന്നത് ആസിഡ്സിൻ്റെ റിയാക്ഷൻ വിത്ത് കാർബണേറ്റ്സ്, മെറ്റാലിക് കാർബണേറ്റ്സ്, അതേ കണക്ക് തന്നെ മെറ്റാലിക് ബൈകാർബണേറ്റ്സും ആയിട്ടുള്ള ആസിഡ്സിൻ്റെ റിയാക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണേറ്റ് അയോൺ എന്ന് പറയുമ്പോൾ CO3 2- ആണ് കാർബണേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബൈകാർബണേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CO3യുടെ ഫ്രണ്ടിൽ ഒരു H കൂടി വരും. അതായത് HCO3-. ഈ ഗ്രൂപ്പിനെയാണ് എന്ത് നമ്മൾ വിളിക്കുന്നത്? ബൈകാർബണേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈകാർബണേറ്റ് അയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റാലിക് കാർബണേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ മെറ്റാലിക് ബൈകാർബണേറ്റ് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും ഫോം ചെയ്യുന്നത്? നമുക്ക് എപ്പോഴത്തെയും പോലെ ഒരു സോൾട്ട് കിട്ടും. സോൾട്ടിൻ്റെ കൂടെ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്കെ, കാർബണേറ്റ്സ് ഓർ ബൈകാർബണേറ്റ്സ് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടറും കിട്ടും. 3 പ്രോഡക്റ്റ്സ് ആണ് കിട്ടുന്നത്. സോൾട്ട് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, വാട്ടർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു കാർബണേറ്റിന് എക്സാമ്പിളായിട്ട് കാൽഷ്യം കാർബണേറ്റ് എടുക്കാം. മെറ്റാലിക് കാർബണേറ്റ്, കാൽഷ്യം എന്ന് പറയുന്ന മെറ്റലിൻ്റെ കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റ് കിട്ടും? ഫസ്റ്റ് ഒരു സോൾട്ട് കിട്ടണം അല്ലേ. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ്, അതിനകത്ത് ഏത് മെറ്റലാണ് ഉള്ളത്? കാൽഷ്യം എന്ന് പറയുന്ന മെറ്റലാണുള്ളത്. സോ അത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വരും? കാൽഷ്യം വരും. ഓക്കെ, സോ എന്തായിരിക്കും കിട്ടുന്ന സോൾട്ട് എന്ന് പറയുന്നത്? കാൽഷ്യം ക്ലോറൈഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് ബാക്കി പ്രോഡക്റ്റ്സ് എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ആണ് നമുക്ക് പ്രോഡക്റ്റ്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പം കാൽഷ്യം കാർബണേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? Ca. കാൽഷ്യം എന്ന് പറഞ്ഞാൽ Ca, കാർബണേറ്റ് CaCO3 ആയിരിക്കും കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCl ഗീവ്സ് കാൽഷ്യം ക്ലോറൈഡ് എന്താണ്? CaCl2. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കാൽഷ്യം എന്ന് പറഞ്ഞാൽ Ca2 പ്ലസ് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ Cl- അയോൺ ആയിരിക്കും ഫോം ചെയ്യുന്നത്. തമ്മിലുള്ള പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാർജസ് തമ്മിൽ ക്രോസ് ചെയ്യുക. ഓക്കെ, കാൽഷ്യത്തിൻ്റെ അടിയിൽ ക്ലോറിൻ്റെ ചാർജ് 1 ആണ് അല്ലേ, -1 ആണ്. 1 അപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. ക്ലോറിൻ്റെ താഴെ കാൽഷ്യത്തിൻ്റെ ചാർജ്, കാൽഷ്യത്തിൻ്റെ മുകളിൽ എത്ര? 2 ആണ്. സോ CaCl2. ഇങ്ങനെയാണ് കാൽഷ്യം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് CO2 പ്ലസ് വാട്ടർ H2O. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ 2 സൈഡിലും ബാലൻസ്ഡ് ആണോ നമ്മൾ നോക്കണം. ഫസ്റ്റ് നമുക്ക് കാൽഷ്യം ചെക്ക് ചെയ്ത് നോക്കാം. കാൽഷ്യം റിയാക്ടറിൻ്റെ സൈഡിൽ ഒരു കാൽഷ്യം, പ്രോഡക്റ്റ് സൈഡിലും എന്താണ്? ഒരു കാൽഷ്യമാണ് ഉള്ളത്. സോ കാൽഷ്യം ബാലൻസ്ഡ് ആണ്. ഇനി നമുക്ക് കാർബൺ നോക്കാം. കാർബൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ ഒരു കാർബൺ ആണുള്ളത്. പ്രോഡക്റ്റ് സൈഡിൽ പോയി നോക്കിക്കേ, ഇവിടെയും ഒരു കാർബണും ബാലൻസ്ഡ് ആണ്. ഇനി ഓക്സിജൻ നോക്കിക്കേ, ഇവിടെ 3 ഓക്സിജൻ ആണുള്ളത് അല്ലേ, 3 ഓക്സിജൻ ആണുള്ളത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇവിടെ വരുമ്പോൾ ഇവിടെ 2 ഓക്സിജനും ഈ വാട്ടറിൻ്റെ ഇവിടെ നിന്ന് ഒരു ഓക്സിജൻ ഉണ്ട്. ഈ 2, 1, 3 ഓക്സിജൻ പ്രോഡക്റ്റ് സൈഡിലും ഉണ്ട്. സോ 2 സൈഡിലും ഓക്സിജനും ബാലൻസ്ഡ് ആണ്. ഇനി നമുക്ക് ക്ലോറിൻ നോക്കാം. ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ 2 ക്ലോറിൻ. ഓക്കെ, അപ്പോൾ എന്താണ്? ക്ലോറിൻ ബാലൻസ്ഡ് അല്ല. അപ്പോൾ നമുക്ക് ക്ലോറിൻ ബാലൻസ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ HClൻ്റെ ഫ്രണ്ടിൽ ഒരു 2 ഇട്ട് കൊടുക്കുക. സോ ഇവിടെ എന്തായി? 2 ക്ലോറിനായി, ഇവിടെ 2 ക്ലോറിനായി, ക്ലോറിൻ ബാലൻസ്ഡ് ആയി. ഇനി അടുത്തത് ഹൈഡ്രജൻ നോക്കണം. ഇപ്പോൾ എത്രയായി? ഈ HClൻ്റെ ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ആയി അല്ലേ. അതേ കണക്ക് തന്നെ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? പ്രോഡക്റ്റ് സൈഡിൽ H2O-ൻ്റെ അവിടെ 2 ഹൈഡ്രജൻ. സോ ഹൈഡ്രജനും എന്താണ്? ഹൈഡ്രജനും ബാലൻസ്ഡ് ആണ്. അപ്പം CaCO3 പ്ലസ്
2HCl gives CaCl2 plus CO2 plus H2O. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു റിയാക്ഷൻ നോക്കാം. ഒരു ബൈകാർബണേറ്റ് എടുക്കാം. നമുക്ക് കാൽഷ്യം തന്നെ ബൈകാർബണേറ്റ് എടുക്കാം. ഓക്കെ, കാൽഷ്യം ബൈകാർബണേറ്റ്. ഈ കാൽഷ്യം ബൈകാർബണേറ്റിനെ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോഡക്റ്റ് കിട്ടും? ഒരു സോൾട്ട് കിട്ടണം. സോൾട്ട് എന്ന് പറയുമ്പം ഏത് സോൾട്ടാണ് കിട്ടുന്നത്? ഇവിടെ കാൽഷ്യത്തിൻ്റെ സോൾട്ട് ആയിരിക്കും കിട്ടുന്നത് അല്ലേ? കാൽഷ്യം വന്നിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിലുള്ള എച്ചിനെ റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ട് കാൽഷ്യം ക്ലോറൈഡ് തന്നെയാണ് ഇവിടെയും സോൾട്ടായിട്ട് കിട്ടുന്നത്. പ്ലസ് നമുക്ക് എന്തോ കിട്ടും? വാട്ടർ കിട്ടും, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഓക്കെ, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം കാൽഷ്യം ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ HCO3 ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ, കാൽഷ്യം Ca, ബാക്കി HCO3, CaHCO3 2 ടൈംസ്. ഇതെങ്ങനെയാണ് വരുന്നത്? HCO3യിൽ മൈനസ്, ഇത് ഒരുമിച്ചെടുക്കണം, ഒരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. മൈനസും Caയിൽ എന്താണ്? Caയിൽ 2+. അപ്പോൾ Caയുടെ ചാർജ് HCO3യുടെ താഴോട്ടും HCO3യുടെ ചാർജ് Caയുടെ താഴോട്ടും പോകും. അങ്ങനെയാണ് ഈ CaHCO3 ട്വൈസ് ആയിട്ട് മാറുന്നത്. പ്ലസ് HCl gives കാൽഷ്യം ക്ലോറൈഡ് CaCl2 പ്ലസ് വാട്ടർ H2O പ്ലസ് CO2. ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ കെമിക്കൽ ഫോർമുല ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്കതിന് ബാലൻസ്ഡ് ആണോ നോക്കണം. കാൽഷ്യം ചെക്ക് ചെയ്ത് നോക്കിക്കേ, രണ്ട് സൈഡിലും കാൽഷ്യം ഓരോന്ന് വീതമാണോ ഉള്ളത്. നെക്സ്റ്റ് ക്ലോറിൻ ചെക്ക് ചെയ്ത് നോക്കിക്കേ, ക്ലോറിൻ ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ 2 ക്ലോറിൻ ഉണ്ട് അല്ലേ. സോ അത് ബാലൻസ് ചെയ്യണം അല്ലേ, രണ്ട് സൈഡിലും അൺഈക്വൽ ആണ്. അതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു 2 ഇട്ട് കൊടുക്കാം. HClൻ്റെ ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായി? 2Cl ആയി, ഇവിടെയും 2Cl ആയി. ക്ലോറിൻ രണ്ട് സൈഡിലും ബാലൻസ്ഡ് ആയി. ഇനി കാർബൺ നോക്കിക്കേ, ഇവിടെ കാർബൺ ഉണ്ട്. കാർബൺ HCO3 ട്വൈസ് എന്നാണ് പറയുന്നത്, 2 കാർബൺ ഉണ്ട്. ഇനി ഇവിടെ വന്നിട്ട് നോക്കിക്കേ, ഇവിടെ ഒരേ ഒരു കാർബണേ ഉള്ളല്ലേ. അപ്പോൾ അത് ബാലൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫ്രണ്ടിൽ ഒരു 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ കാർബൺ രണ്ടും ബാലൻസ്ഡ് ആയി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓക്സിജൻ നോക്കിക്കേ, ഇവിടെ HCO3 ട്വൈസ് ഇങ്ങനെയാണ് കിടക്കുന്നത്. സോ O3 ട്വൈസ്. അപ്പം ഈ 3 × 2 6 ഓക്സിജൻ ആണ് എന്തുള്ളത്? റിയാക്റ്റൻ്റ് സൈഡിലുള്ളത്. അപ്പം പ്രോഡക്റ്റ് സൈഡിൽ ഒന്ന് നോക്കിക്കേ, ഇവിടെ 4 ഓക്സിജൻ ആണുള്ളത് അല്ലേ. 2CO2ൽ നിന്ന് 4 ഓക്സിജൻ ഉണ്ട്. ഇവിടെ എത്ര ഓക്സിജനേ ഉള്ളൂ? ഒരു ഓക്സിജൻ. ടോട്ടൽ 5 ഓക്സിജനേ ഇവിടെ ഉള്ളൂ. അത് 6 ആക്കണമെങ്കിൽ എന്ത് വേണം? 6 ഓക്സിജൻ ആക്കണമെങ്കിൽ ഈ H2Oൻ്റെ ഫ്രണ്ടിൽ ഒരു 2 ഇട്ട് കൊടുക്കണം. അപ്പം ഇവിടെ 2H2O, അതിൽ നിന്ന് 2Oയും പ്ലസ് ഈ 2CO2ൽ നിന്ന് 4 ഓക്സിജനും ചേർന്ന് 6 ഓക്സിജൻ ആവും. സോ ഓക്സിജൻ ബാലൻസ്ഡ് ആയി. ഇനി ഹൈഡ്രജൻ നോക്കണം. ഈ HCO3 ട്വൈസിൽ നിന്ന് എത്രയാണ്? H ട്വൈസ്, അതിൽ നിന്ന് 2 ഹൈഡ്രജൻ വരുന്നുണ്ട് അല്ലേ. ഇനി ഈ HCl നിന്ന് 2 ഹൈഡ്രജൻ, മൊത്തം റിയാക്റ്റൻ്റ് സൈഡിൽ 4 ഹൈഡ്രജൻ ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിൽ വന്ന് നോക്കിക്കേ, പ്രോഡക്റ്റ് സൈഡിൽ 2H2Oയിലാണ് ഹൈഡ്രജൻ കിടക്കുന്നത്. സോ അവിടെ 2H2 എന്നുള്ളതിൽ നിന്ന് 4 ഹൈഡ്രജൻ, രണ്ട് സൈഡിലും ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണ് അല്ലേ. സോ ഈ റിയാക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ CaHCO3 ട്വൈസ് പ്ലസ് 2HCl gives CaCl2 പ്ലസ് 2H2O പ്ലസ് 2CO2. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഒരു മെറ്റാലിക് കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റാലിക് ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് ഒരു ആസിഡ്, ഡൈല്യൂട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സോൾട്ടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് പ്രോഡക്റ്റ്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കാർബണേറ്റോ അല്ലെങ്കിൽ ബൈകാർബണേറ്റോ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇവോൾവ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. സോൾട്ടിൻ്റെയും വാട്ടറിൻ്റെയും കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും പ്രൊഡ്യൂസ് ആവുമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന് എങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാർബണേറ്റ്, ഓക്കെ, ഇപ്പം ഏതെങ്കിലും കാൽഷ്യം കാർബണേറ്റും HCl നമ്മളിവിടെ എടുത്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്യും. ഓക്കെ, ഈ ഗ്യാസ് എങ്ങനെ ഫോം ചെയ്യുന്നത്? ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഈ പതഞ്ഞ് പൊങ്ങി വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്രിസ്ക് എഫർവെസൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ബ്രിസ്ക് എഫർവെസൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ബ്രിസ്ക് എഫർവെസൻസ് കൊണ്ട് മാത്രം നമുക്ക് ഈ ഗ്യാസിനെ കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. ഈ ഗ്യാസിനെ നമ്മൾ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രൊഡ്യൂസായ ഗ്യാസിനെ നമ്മൾ ലൈം വാട്ടർ, ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ലൈം വാട്ടറിനകത്തോട്ട് കടത്തി വിടണം. ലൈം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷനാണ് ലൈം വാട്ടർ എന്ന് പറയുന്നത്. ആ ലൈം വാട്ടറിലോട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ലൈം വാട്ടർ ഒരു മിൽക്കി വൈറ്റ് കളറായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കൺഫേം ചെയ്യാൻ പറ്റും? കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ,
ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആസിഡ്സിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ആസിഡ്സിൻ്റെ കെമിക്കൽ റിയാക്ഷൻ വിത്ത് സൾഫൈഡ്സ്, ബൈസൾഫൈഡ്സ് ആൻഡ് സൾഫൈഡ്സ് ഇത്രയുമാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേ കണക്ക് തന്നെ ഇനി വരുന്നുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്